വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിലമോളുടെ പ്ലേ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു നിലമോളെ എഴുതിപ്പിച്ചത്. അപ്പോൾ സ്കൂളിൽ വിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കുഞ്ഞു വ്ലോഗ് ആയിക്കോട്ടെ എന്ന് കരുതി രാവിലെ അവളെ ഉറക്കപ്പിച്ചയിൽ തന്നെ എഴുന്നേറ്റപ്പോഴേ എന്തോ ആൾക്ക് ഡൗട്ട് അടിച്ചു കേട്ടോ. കാരണം ഞാൻ ഇതുപോലെ രാവിലെ വന്ന് ഉണർത്താറൊന്നുമില്ല. എന്നും എഴുന്നേറ്റ് എൻ്റെ അടുത്ത് അടുക്കളയിൽ വരാറാട്ടോ പതിവ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് കാരണം ചെറിയൊരു ദേഷ്യമൊക്കെ മുഖത്തുണ്ടേ. തലേന്ന് മുതലേ ഞാൻ പറഞ്ഞിരുന്നു നാളെ നമുക്ക് പഠിക്കാൻ പോകണം, കൂട്ടുകാരൊക്കെ ഉണ്ട് എന്നൊക്കെ. അതുകൊണ്ട് ആൾ ഹാപ്പി ആയിരുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞപ്പോഴത്തേക്കും ആൾക്കൊരു മൂഡ് ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുകയാണ് മക്കളെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആളൊന്നും കൂടി ഹാപ്പിയായി. അങ്ങനെ കുറച്ച് നേരം അവളുടെ കൂടെ ഇരുന്ന് കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്ന് അവളുടെ മൈൻഡ് ഒന്ന് ഓക്കെ ആക്കി എടുത്തു കേട്ടോ. എന്നിട്ടാണ് ബ്രഷ് ചെയ്യാൻ കൊണ്ടുപോയത്. ഈ ഒരു പതിവ് ഡെയിലി ഇല്ല കേട്ടോ. 1, 2, 3 ദിവസം കൂടുമ്പോഴാണ് ബ്രഷ് ചെയ്യല്. പക്ഷേ ഇനി അങ്ങോട്ട് ഡെയിലി ചെയ്താലല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവളുടെ വായിലെ പല്ല് പകുതി മുക്കാലും പുഴു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടായി ഒരുപാടൊക്കെ കഴിക്കുന്നത് കൊണ്ട്. അങ്ങനെ ബ്രഷൊക്കെ ചെയ്തിട്ട് നിലമോള് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്കാണ് നിലമോളെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളത്. അത് എപ്പോഴാണെങ്കിലും നല്ല കഷ്ടപ്പാടാണ് കേട്ടോ. അവൾക്കൊത്ത് അവളെ താളത്തിനൊത്ത് അവൾ പറയുന്നതും കേട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്നതിൻ്റെ പകുതിയെങ്കിലും കഴിക്കും കേട്ടോ. എന്നാലും സാരമില്ല, കുറച്ചെങ്കിലും കഴിച്ചിട്ട് പോകുമല്ലോ എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും കൊടുത്തതിൽ കുറച്ച് കഴിച്ചു കേട്ടോ. വയറ് നിറച്ചിട്ട് അവൾക്ക് പറ്റുന്ന പോലെ അവൾ കഴിച്ചു എന്തായാലും. അങ്ങനെ നിലമോള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി കേട്ടോ കൈയോടെ. കാരണം സമയം ഒട്ടുമില്ല. അവളുടെ താളത്തിനൊത്ത് നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ടൈം പോകും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ കുളിപ്പിച്ച് എടുത്തുകൊണ്ട് വന്നു. ഞാൻ ഈ സ്നഗ്ഗി ഇട്ട് കൊടുക്കുന്നത് എല്ലാവരും ചോദിക്കുമായിരിക്കും. എല്ലാവരും പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുന്നൊരു കാര്യമായിരിക്കും, എന്തിനാ സ്നഗ്ഗി ഇട്ട് കൊടുത്തത് സ്കൂളിൽ പോകുമ്പം. ഫസ്റ്റ് ഡേ അല്ലേ, ഇതുവരെ അങ്ങനെ പോയി ശീലിച്ചിട്ടില്ലല്ലോ. അതുപോലെ തന്നെ അവർക്കും ഒരു ഫസ്റ്റ് ഡേ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാട്ടോ സ്നഗ്ഗി വെച്ചത്. അടുത്ത ദിവസം മുതൽ അത് നമുക്ക് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. നിലമോൾക്ക് ഈ ഡ്രസ്സ് മേടിച്ചു കൊടുത്തത് ഞങ്ങളുടെ നെയ്ബറായ, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായ നിലമോളുടെ വാപ്പായും ഉമ്മയും എന്ന് പറയാം കേട്ടോ. അവരാണ് നിലമോൾക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള A to Z കാര്യങ്ങളും മേടിച്ചു കൊടുത്തത്. അങ്ങനെ നിലമോളെ പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയാക്കി കേട്ടോ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാം അവളുടെ ചോയ്സ് തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചു. ആദ്യം ബ്ലാക്ക് ബാഗ് മതിയെന്ന് പറഞ്ഞ് എല്ലാം എടുത്ത് വെപ്പിച്ചതിന് ശേഷം ഇറങ്ങാൻ നേരം എനിക്ക് എൻ്റെ അപ്പം മേടിച്ച് തന്ന റോസ് ബാഗ് മതിയെന്നും പറഞ്ഞിട്ട് നിപ്പായി കേട്ടോ. പിന്നെ എല്ലാം തിരിച്ച് വെപ്പിച്ചു. എന്നിട്ട് കണ്ണാടി നോക്കി സ്വന്തമായിട്ട് സൗന്ദര്യം ആസ്വദിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. പോകുന്ന നേരം അമ്മയ്ക്കും ഏട്ടനൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങിയത്.
നിലമോളെയും കൊണ്ട് വന്നപ്പോഴത്തേക്കും ടീച്ചർ ഇല്ലായിരുന്നു കേട്ടോ, ആയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുട്ടികളൊക്കെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ കരഞ്ഞാലോ എന്ന് വിചാരിച്ചു. നിലമോൾക്ക് കൂടെ കൂട്ടുകാരോടെ ബെഞ്ചിലിരിക്കാൻ പറ്റില്ല കേട്ടോ, അവൾക്ക് ചെയർ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിരുന്നു. ചെയർ ഇട്ട് കൊടുക്കാത്തതിന് കാരണം അവിടെ ടൈലായത് കാരണം തെന്നിപ്പോവും ഇരിക്കുമ്പം, അപ്പം വീഴാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ചെയർ ഇട്ട് കൊടുക്കാത്തത്. പക്ഷേ ചെയർ വേണമെന്ന് പറഞ്ഞ് ഒറ്റ നിപ്പായിരുന്നു കേട്ടോ. പിന്നെ കരയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആയ ചെയർ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇരുന്നു. ഞാനും കൂടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പേരൊക്കെ പറഞ്ഞു, ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തു. ആൾ ഒരുവിധം ഹാപ്പി ആണെന്ന് തോന്നിയപ്പോഴാട്ടോ ഞാൻ പതുക്കെ ഇറങ്ങിയത്. നിലമോളെ ഞങ്ങൾ കൊണ്ടുപോയി അംഗൻവാടിയിലാക്കിയിട്ടുണ്ട്. ഇനി എന്താവുമെന്നൊന്നും അറിയത്തില്ല, ഞങ്ങൾ വന്ന് ഇറങ്ങിയ കാര്യമൊന്നും അറിയത്തില്ല. അപ്പം ഭയങ്കര ടെൻഷൻ കേട്ടോ. അവൾ ഹാപ്പിയാണ്, പക്ഷെ എനിക്കെന്തോ ഭയങ്കര വിഷമം പോലെ. ഓക്കെ ആവുമായിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. വിളിക്കും, എങ്ങനെ കരച്ചിലുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിയുമ്പം വിളിക്കും. അങ്ങനെ ടീച്ചർ വന്നതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിലമോൾ കരയുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നു കേട്ടോ. അപ്പം കണ്ട അവസ്ഥയാണ്. സങ്കടം വന്നോടാ, സങ്കടം വന്നോടാ. അവിടെ ബാബമാരൊക്കെ കിടക്കുന്നുണ്ടോ? അമ്മ കൊണ്ടു. രാവിലെ നിലമോളെയും കൊണ്ട് വന്നപ്പം ടീച്ചർ ഇല്ലാത്തത് കൊണ്ട് ദക്ഷിണ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടീച്ചറിന് മായ്ക്കൊക്കെ ദക്ഷിണ കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. ഇറങ്ങാൻ നേരം കുട്ടികളെല്ലാം ഉറങ്ങാൻ റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ. നിലമോള് മാത്രം ബാഗും തൂക്കി നിൽക്കുക, ഞാൻ വീട്ടിൽ പോവാന്നും പറഞ്ഞിട്ട്. അങ്ങനെ കൂട്ടുകാർക്കെല്ലാം ടാറ്റയൊക്കെ പറഞ്ഞ് നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇങ്ങോട്ട് നോക്ക്, എന്തൊക്കെ പഠിച്ച്? ടീച്ചർ പാട്ടൊക്കെ പാടിത്തന്നാ? അവിടെ കുഴിയാ, ഇങ്ങോട്ട് പോ. ടീച്ചർ പാട്ടൊക്കെ പാടിത്തന്ന മോനെ? അത് കുഴിയാ, നീ വാ, ചാട്. അയ്യോ, അപ്പ വിളി. അപ്പോൾ നിലമോളുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ.